പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി രാവിലെ കുളിച്ചൊക്കെ ഒരുങ്ങിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയാണ്. പക്ഷെ ദേവയാനിയുടെ ആ ഒരു പോക്കിൽ ആദർശിന് വളരെയധികം സംശയം തോന്നുകയാണ്. എന്തായാലും അമ്മ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ. ഈയിടെയായിട്ട് അമ്പലത്തിൽ പോക്ക് കുറച്ച് കൂടുതലാണല്ലോ. യഥാർത്ഥത്തിൽ അങ്ങോട്ട് തന്നെയാണോ പോകുന്നത്, അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെയൊന്നും എപ്പോഴും അമ്പലത്തിലേക്ക് പോകുന്ന പതിവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആദർശ്. അങ്ങനെ ദേവയാനി കാറിൽ അമ്പലത്തിലോട്ട് പോവുകയാണ്. പിന്നാലെ ആദർശം പിന്തുടർന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് ദേവയാനി അമ്പലത്തിലേക്ക് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അമ്പലത്തിൽ ചെന്നിട്ട് നയനയുടെ പേരിൽ വഴിപാടൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് ആ കാഴ്ച കണ്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം നയനയ്ക്കാണ് വഴിപാട് കഴിക്കുന്നത് എന്ന് ആദർശിന് മനസ്സിലായി കഴിഞ്ഞു. അവിടെ ചെന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അമ്മ എപ്പോഴും വരാറുണ്ടോ, അമ്മ ഇങ്ങനെയുള്ള വഴിപാട് നയനയുടെ പേരിൽ കഴിക്കാറുണ്ടോ എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കുകയാണ്. ആ സമയത്ത് നയനയുടെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വഴിപാടൊക്കെ നടക്കാറുണ്ട്, ചെയ്യാറുണ്ട് എന്നൊക്കെ ആ പൂജാരി പറയുകയാണ്. അങ്ങനെ വീണ്ടും ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. അമ്മ ഇനി എങ്ങോട്ടാ പോകുന്നത്, വീട്ടിലേക്കാണോ അതോ മറ്റെവിടേക്കെങ്കിലും ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആദർശം പിന്നാലെ പിന്തുടർന്ന് പോവുകയാണ്. അങ്ങനെ ദേവയാനി നേരെ പോകുന്നത് നയനയുടെ വീട്ടിലോട്ടായിരുന്നു. ആ സമയത്ത് ആദർശം പിന്നാലെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നയനയുടെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നറിഞ്ഞിട്ട് ആദർശ് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ആദർശ് ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ കരുതുന്നതൊക്കെ സത്യമാണല്ലേ, ഞാൻ ഊഹിക്കുന്നതൊക്കെ സത്യമാണല്ലേ, അമ്മായിയമ്മയും മരുമകളും ഒന്നായി കഴിഞ്ഞിട്ടുണ്ടല്ലേ, എന്നിൽ നിന്നപ്പം എല്ലാവരും മറച്ചു പിടിക്കുകയാണല്ലേ, എന്തായാലും ഇത് ഇങ്ങനെ വിട്ടാലൊന്നും പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് നയന എന്നോട് ഇക്കാര്യത്തെക്കുറിച്ച് പറയേണ്ടതാണ്, അവൾ പറയാതിരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇനി അമ്മ സ്നേഹം കൊണ്ട് പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണോ ഇനി അങ്ങോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നയനയും അമ്മയും ചേർന്നിട്ടുള്ള കളിയാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഒടുവിൽ ദേവയാനി അകത്തോട്ട് കയറി പോവുകയാണ്. ആ സമയത്ത് ആദർശ് പിന്നാലെ പോകുന്നുണ്ടെങ്കിലും അകത്തോട്ട് കയറുന്നില്ല. കാറ് മറ്റൊരിടത്ത് പാർക്ക് ചെയ്തിട്ട് ആദർശ് അവരെന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. പിൻവശത്തു കൂടെ ജനവാതിലിൻ്റെ അടുത്തോട്ടാണ് ആദർശ് വരുന്നത്. ആ സമയത്ത് കനകയും എല്ലാവരും സന്തോഷത്തോടു കൂടി ദേവയാനിയെ ചേർത്ത് പിടിച്ച് സ്വീകരിച്ച് അകത്തോട്ടിരുത്തുകയാണ്. അങ്ങനെ പൂജ ചെയ്ത ആ ഒരു പ്രസാദമൊക്കെ നയനയ്ക്ക് കൊടുക്കുകയും ചന്ദനക്കുറി നയനയുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ദേവയാനി. ആ കാഴ്ച പതുക്കെ ആദർശ് ജനലിനരികിൽ നിന്ന് ജനലിലൂടെ ഒളിഞ്ഞു നോക്കുകയാണ്. അത് കണ്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടൊന്നും ചെയ്തോ എന്നുള്ള രീതിയിലൊന്നും അമ്മ സംസാരിക്കുന്നില്ലല്ലോ, അപ്പോൾ ഇത് നയനയും അറിഞ്ഞുകൊണ്ടുള്ള പണി തന്നെയാണ്, അപ്പോൾ മനഃപൂർവ്വമാണ് രണ്ടുപേരും എന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നത്, എന്തിനാണ് അവർ എന്നിൽ നിന്നും അച്ഛനിൽ നിന്നും മുത്തശ്ശനിൽ നിന്നൊക്കെ ഇത് മറച്ചു പിടിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ലല്ലോ. കാരണം ഞങ്ങൾ അവരുടെ കൂടെ എപ്പോഴും നിൽക്കാറില്ല ല്ലേ, അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യവും ഞങ്ങൾ പറയാറില്ലല്ലോ, ഞങ്ങൾ ഏറെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നല്ലോ ഇത്, അത് ഞങ്ങളോടല്ലേ ആദ്യം പറയേണ്ടിയിരുന്നത്, നയനയ്ക്ക് പറയാനുള്ള ഒരു ബാധ്യതയുണ്ടല്ലോ എന്നൊക്കെ സങ്കടത്തോടു കൂടി ചിന്തിച്ച് നിൽക്കുകയാണ് ആദർശ്. അങ്ങനെ പിന്നീട് ആദർശ് ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആരെയും കാണാനോ അകത്തോട്ട് കയറാനോ ഒന്നും ആദർശ് നിന്നിരുന്നില്ല. ആ സമയത്ത് ദേവയാനിയും നയനയും നല്ല സൗഹൃദമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് ആദർശ് നേരെ പോകുന്നത് ഓഫീസിലോട്ടാണ്. ഓഫീസിലോട്ട് പോയിട്ട് ആകെ സങ്കടത്തോടു കൂടിയാണ് ഓഫീസിലോട്ട് പോകുന്നത്. ആ സമയത്ത് ജയനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദർശിൻ്റെ മുഖത്തെ ആ ഒരു സങ്കടവും ഭാവവ്യത്യാസവും ഒക്കെ കണ്ടിട്ട് എന്ത് പറ്റി മോനെ, എന്താ പറ്റിയത് എന്നും ഉണ്ടാകുന്ന ആ ഒരു ഉഷാർ കുറച്ച് നാളായിട്ടില്ലല്ലോ, ആകെ ഒരു ചിന്തയിലും എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുകയുമാണല്ലോ, എന്ത് പറ്റി മോനെ, ഇനി നയനയും നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ജയൻ. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, നയനയെക്കുറിച്ച് ഞാൻ കരുതി വെച്ചിരുന്നതൊന്നുമല്ല സത്യം, അവൾ എന്നോട് ഇപ്പോൾ കളവ് പറയാൻ തുടങ്ങി, എന്നിൽ നിന്ന് ഓരോന്നും മറച്ചു പിടിക്കാനും കബളിപ്പിക്കാനും ഒക്കെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിന് മനസ്സിലുണ്ടായ സംശയങ്ങളും ഇന്ന് കണ്ട കാഴ്ചയെ പറ്റിയൊക്കെ ആദർശ് ജയനോട് ഒന്നുവിടാതെ പറയുകയാണ്. ആ സമയത്ത് ജയന് സന്തോഷവും അതിലുപരി സങ്കടവും തോന്നുന്നുണ്ട്. എന്നിട്ട് ആകെ ഞെട്ടിത്തരിച്ച് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മുൻപേ വിചാരിച്ചതൊക്കെ സത്യമാണല്ലേ മോനെ, അമ്മായിയമ്മയും മരുമകളും ഒന്നായി കഴിഞ്ഞല്ലേ, നമുക്ക് അമ്മ അവളെ സ്നേഹിച്ച് തുടങ്ങി എന്നുള്ളൊരു സംശയം നമുക്കുണ്ടായിരുന്നല്ലോ, അതൊക്കെ സത്യമായി കഴിഞ്ഞല്ലേ, പക്ഷെ അവരെന്താ നമ്മിൽ നിന്നും മറച്ചു പിടിക്കുന്നത്, എന്തിനാണ് നയനമോൾ വരെ നമ്മളോട് ഒന്നും പറയാത്തത്, ഇനി അമ്മ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും, അല്ലാതെ നയന ഒരിക്കലും നമ്മളോട് ഇതേക്കുറിച്ച് പറയാതിരിക്കില്ല എന്നൊക്കെ ജയൻ പറയുന്നുണ്ട്.
അങ്ങനെ ആ സമയത്ത് ആദർശ് പറയുകയാണ്, എന്തൊക്കെ അമ്മ പറഞ്ഞാലും, അമ്മ പറയണ്ട എന്ന് പറഞ്ഞാലും അമ്മ അറിയാതെ എന്നോട് പറയാനുള്ള ആ ഒരു ബാധ്യത അവൾക്കുണ്ടല്ലോ അച്ഛ. നയന ഇതൊരിക്കലും എന്നിൽ നിന്ന് മറച്ചു പിടിക്കാൻ പാടില്ലല്ലോ. അവളുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ടും, അതുപോലെ അമ്മ ഇനി അവളെ വഴക്ക് പറഞ്ഞാലും സങ്കടപ്പെടുത്തുന്ന കാര്യം പറഞ്ഞാലും അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ അച്ഛ എന്നൊക്കെ പറയുകയാണ് ആദർശ്. അപ്പോൾ ഇത് കേട്ടിട്ട് ജയൻ പറയുന്നുണ്ട്, ഇത് കാര്യമാക്കണ്ട മോനെ, നീ ടെൻഷൻ ആവണ്ട. നയന നിന്നോട് പറയായിരിക്കും, അതിനുള്ളൊരു അവസരം വരാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കുകയായിരിക്കും, അല്ലാതെ നിന്നോട് അവൾ മനഃപൂർവ്വം പറയാതിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇതെന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് എനിക്ക് വളരെയധികം സങ്കടമാകും, പിന്നീട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ്. ആദർശിൻ്റെ ആ ഒരു സംസാരത്തിൽ ജയന് ചെറിയൊരു പേടി തോന്നുകയാണ്. ഒരു വിധത്തിലാണ് ആദർശും നയനയും ഒത്തുകഴിഞ്ഞത്, ഒരുമിച്ചത്. ഇനി അത് വീണ്ടും ഇതേ കാര്യം പറഞ്ഞിട്ട് ഇനി അവർ അകലുമോ എന്നുള്ളൊരു പേടി ജയനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ജയൻ പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, എന്തായാലും നയന പറയുമായിരിക്കും, ഇനി പറഞ്ഞില്ലെങ്കിൽ അത് അമ്മ പറഞ്ഞിട്ടായിരിക്കും പറയാതിരിക്കുന്നത്, അല്ലാതെ നിന്നോട് അവൾ ഒന്നും മറച്ചു പിടിക്കുകയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഞാൻ അമ്മയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്തും അതിവിദഗ്ധമായിട്ടാണ് അവൾ കള്ളങ്ങൾ പറഞ്ഞ് കഴിച്ചിലാവുന്നത്. അപ്പോൾ ഇപ്പോൾ എന്നോട് ഏറ്റവും കൂടുതൽ കള്ളങ്ങൾ പറയുന്ന ഒരു വ്യക്തി നയനയായി മാറിയിരിക്കുകയാണല്ലോ അച്ഛാ. അവളിൽ നിന്നും ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ പറയുകയാണ് ആദർശ്. അങ്ങനെ ആദർശിൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ നോക്കി നിൽക്കുകയാണ് ജയൻ.